നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രാജേന്ദ്രൻ സാറേ, എന്ത് പറ്റിയൊരു മൂഡൗട്ട്? എന്തു പറയാനാ സൗമ്യ, ഫാമിലിയോടൊപ്പം ഊട്ടിയും കൊടൈക്കനാലൊക്കെ ഒരു ടൂർ പോകണമെന്നുണ്ട്. എവിടെ നടക്കാന്? അടുത്ത് കിടക്കുന്ന മൂന്നാർ പോലും പോകാൻ പറ്റിയിട്ടില്ല. മൂന്നാറിലെ റിസോർട്ടുകാരാ മാഡത്തിന്റെ റൂമിലിരിക്കുന്നത്. അവര് വരുമ്പോ കാര്യം പറഞ്ഞാ മതി. എന്റെ പൊന്നോ വേണ്ട. ഞാൻ റിസോർട്ടുകാരോട് പറഞ്ഞ് അവര് പോയി ശ്രേയ മേഡത്തോട് പറഞ്ഞ് എനിക്ക് മെമ്മോ കിട്ടും. ആ മെമ്മോയും വാങ്ങി ഞാൻ വീട്ടിൽ ഇരിക്കണം. അതിന് നല്ലതേ ഈ കുട്ടനാട്ടിൽ കിടന്ന് കറങ്ങുന്നതാ. മാഡം, മൂന്നാറിൽ ഓൾറെഡി എനിക്ക് റിസോർട്ടുണ്ട്. ഇവിടെ കുട്ടനാട്ടിലും ഒരു റിസോർട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സപ്പോർട്ടും വേണം. ലീഗലായി ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണ്ടുന്നതൊക്കെ ചെയ്തു തരാം. താങ്ക് യു മാഡം. എന്താ ഇത്? മാഡം, തെറ്റിദ്ധരിക്കരുത്. ഇത് മൂന്നാറിൽ 1 വീക്ക് എന്റെ റിസോർട്ടിൽ താമസിക്കാനുള്ള ഒരു പാസ്സാണ്. അവിടുത്തെ ഫെസിലിറ്റി മാഡത്തിന് കണ്ടു മനസ്സിലാക്കാമല്ലോ. അതേ സെയിം റിസോർട്ടാണ് കുട്ടനാട്ടിൽ ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുരുക, അത് വാങ്ങിവെച്ചോ. ശരി മാഡം. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ മാഡം. ശരി. അച്ഛാ, ഗോവിന്ദമാമനെയും കൂട്ടി ചീഫ് എഞ്ചിനീയറെ കണ്ടോ? അപ്പോഴേക്കും ഞാൻ സ്റ്റാഫുകളെ ക്ഷണിക്കും. ശരി, വാ ഗോവിന്ദ. ആകാശ് സാറേ, മുരുക, അച്ഛന് ചീഫ് എഞ്ചിനീയറെ കാണണം. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ മാഡത്തിനോട് പറയാം. പക്ഷേ മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അച്ഛാ, പോയിട്ടോ. ശരി മോനെ. ഗോവിന്ദ. നമസ്കാരം മാഡം. നമസ്കാരം. മാഡം, ഞാൻ വഴക്കിടാൻ വന്നതല്ല. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇരുന്ന് സംസാരിക്കാമോ? ഇരിക്കും. താങ്ക് യു. ഗോവിന്ദ, മാഡം എന്നോട് ക്ഷമിക്കണം. ആകാശേ, അച്ഛനെന്താ വന്നത്? അയ്യോ, ഞങ്ങള് വഴക്കുണ്ടാക്കാൻ വന്നതല്ല. വീട്ടിലൊരു പൂജയുണ്ട്, അതിന് ക്ഷണിക്കാൻ വന്നത്. ആണോ? എന്ത് പൂജയാ ആകാശേ? പൂജയായിട്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു താലികെട്ട് കൂടിയുണ്ട്. താലി കെട്ടോ? ഇനി ആരാ താലി കെട്ടാൻ ആകാശേ? എന്റെയും ചാരുവിന്റെയും കല്യാണം പ്രതീക്ഷിക്കാതെ നടന്ന ഒന്നാണല്ലോ. അതിൽ ചില ദോഷങ്ങളുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കണം. അതിന് സാക്ഷിയാവാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. സന്തോഷമുള്ള കാര്യമല്ലേ ആകാശേ? ഞങ്ങൾ എല്ലാരും ഉണ്ടാവും. മാഡം, ഈ ചെറിയ പ്രായത്തിൽ മാഡത്തിന് ഈ പൊസിഷനിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാഡത്തിന്റെ കഴിവും ഭാഗ്യവുമാണ്. മാഡത്തിന്റെ അച്ഛനും അമ്മയ്ക്ക് ഭാഗ്യം ചെയ്തവരാ. ഏയ്, അങ്ങനെയൊന്നുമില്ല സർ. മാഡം അംഗീകരിച്ചില്ലെങ്കിലും ഇതൊരു ഭാഗ്യമാണ്. എന്റെ ഇതുവരെയുള്ള അനുഭവം വെച്ച് പറഞ്ഞതാ മാഡം. ചീഫ് എഞ്ചിനീയറായി വന്നത് ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകാശിനോട് പറഞ്ഞതും മാഡത്തിന്റെ ഭാഗ്യത്തെ പറ്റിയാ. ആ ബഹുമാനവും സ്നേഹവും എനിക്ക് മാഡത്തോട് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് വഴക്കുണ്ടാക്കി പോയത് എന്തിനാണെന്ന് മാഡത്തിന്റെ മനസ്സിൽ ചെറിയൊരു തോന്നലുണ്ടാവും. ആകാശ് തനിച്ച് തലതാഴ്ത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഒരച്ഛനെന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മാഡം. ഇവിടെ വന്ന് വലിയൊരു പൊസിഷനിലിരിക്കുന്ന മാഡത്തോട്
അങ്ങനെയൊന്നും സംസാരിച്ചത് ശരിയായില്ലെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. ആ സമയത്ത് ആകാശിനോടുള്ള സ്നേഹം എൻ്റെ കാഴ്ചയെയും ബുദ്ധിയെയും മറച്ചു. ഞാൻ അങ്ങനെ സംസാരിച്ചതിന് മാഡത്തോട് ക്ഷമ ചോദിക്കുക. അതൊന്നും സാരില്ല മാഷെ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി എന്തിനാ സംസാരിക്കുന്നത്? ഇല്ല മാഡം, മാഡത്തിനിവിടെ ഓഫീസിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ നാടിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന വർക്ക് ലോഡും ടെൻഷനൊന്നും മനസ്സിലാക്കാതെയാ ഞാൻ അന്ന് മാഡത്തോട് സംസാരിച്ചത്. അത് വലിയ തെറ്റായിപ്പോയി. ഈ തെറ്റ് എന്നെ പറഞ്ഞ് തിരുത്തിയത് എന്റെ മരുമോള് ചാരുമോളാണ്. എന്റെ മോനെ ഇവിടെ ജോലി ചെയ്യുന്നതാണ് ശരി, അതാണ് അഭിമാനമെന്ന് ആകാശിന്റെ സ്ഥാനത്ത് നിന്ന് ചാരുമോൾ ചിന്തിച്ചു. ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചില്ല മാഡം. ഞാൻ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ചാരുമോള് മനസ്സ് വെച്ച് ചിന്തിക്കുന്നു. ശരി, നിങ്ങളിപ്പോ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല, അത് പറ. ചാരുമോളെ കുറിച്ച് നല്ലത് പറഞ്ഞ ശ്രേയക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. പിന്നെ എങ്ങനെ ശ്രേയ ചാരുമോളെയും ആകാശിനെയും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കും? ആ ബാല, നീ വന്ന കാര്യം പറ. മാഡം, നാളെ എൻ്റെ വീട്ടിൽ ഒരു പൂജയും ഹോമൊക്കെ നടത്താനുള്ളൊരു തീരുമാനമുണ്ട്. കല്യാണത്തിന് ശേഷം ആകാശിന് ചില ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം. ആകാശ ചാരുമോളെ കല്യാണം കഴിച്ചത് ശരിയായ സമയത്തല്ല. അതിൻ്റെ ആ ദോഷമെന്ന് ഞാൻ ജോത്സ്യരെ കണ്ട് നോക്കിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പൊ സമയം നോക്കി മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. ചില പരിഹാരകർമ്മങ്ങൾ നടത്തി ചാരുവിന്റെ കഴുത്തിൽ ആകാശ് ഒരിക്കൽ കൂടി താലി ചാർത്തണം. അത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം വിട്ടുപോകുന്നാ പറഞ്ഞത്. ആകാശ് മോന്റെ ചീഫ് എന്ന നിലയിൽ മേഡം എല്ലാറ്റിനും മുന്നിലുണ്ടാവണം. അതിനെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങല്ലേ, അതിന് ഞാനെന്തിനാ? ജോലി ചെയ്യുന്നിടവും അവിടെ ഉള്ളവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയെന്നാ ചാരുമോള് പറഞ്ഞത്. മേഡം എന്താ ആലോചിക്കുന്നത്? പഴയ കാര്യങ്ങളൊന്നും മറന്നില്ലേ? പഴയതൊക്കെ മറന്നു, ഇപ്പോ പുതിയ കാര്യങ്ങളാ ഓർക്കുന്നത്. മേഡം പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നുമില്ല, ദോഷപരിഹാരങ്ങൾ നടത്തുമ്പോ മാഷിന്റെ മരുമോള് പറഞ്ഞതുപോലെ ഞാനും ഉണ്ടാവണ്ടേ? അതൊരു പുതിയ കാര്യമല്ലേ? ഞാനുണ്ടാവും. ദോഷങ്ങളൊക്കെ വിട്ടു പോണ്ടേ?